അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായൊരു സന്ദേശമാണത്. മാധ്യമക്കാരോടും കൂടെ സന്ദേശമാണത്. നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകർഷകരായി പോകരുത്. സാമ്പത്തികമായിട്ട് നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാൻ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉപയോഗിച്ച് വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട്. അതിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നുള്ള മഹത്തായൊരു സന്ദേശമാണത്. അതെല്ലാവർക്കുമുള്ള സന്ദേശമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാമുള്ള മഹത്തായൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ആ അടിസ്ഥാനത്തിലാണോ കണ്ടത്? നിങ്ങൾ എപ്പോഴും നോക്കിയാലും അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് നിരീക്ഷിക്കുന്നില്ലല്ലോ. വേറെ വഴിയിലല്ലേ നോക്കുന്നത്. ആ നോക്കുന്നതാണ് തെറ്റായിട്ടുള്ള സമീപനം. അതുകൊണ്ട് ശരിയായ നിലയിൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണം. സത്യസന്ധമായി കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും എതിർക്കാൻ സാധിക്കില്ല. വസ്തുനിഷ്ഠമായിരിക്കണം. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ വെള്ളാനന്ദകുമാർ വന്നതൊരു ട്രാപ്പിൻ്റെ ഭാഗമാണെന്ന് ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. അല്ല, ഞാൻ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്നെ പറ്റിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും ശ്രമിക്കാത്ത ആളാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും കൊണ്ട് ഇത്തരത്തിലുള്ളതിനെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടുകൂടി പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാനും ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ഇത് ഒരാൾ മാത്രമല്ല, ഞാനത് യാദൃച്ഛികമായിട്ട് അത് പറഞ്ഞത്, നിങ്ങൾ എന്നെ ഒരു ട്രാപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഗൂണ്ടാ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ആ ഗൂണ്ടാ കേന്ദ്രം ഞാൻ രക്ഷപ്പെട്ടത് മഹാഭാഗ്യം കൊണ്ടാണ്. അവിടെ പോയി അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അബദ്ധത്തിൽ ഒന്നും. എനിക്കവിടെ പോയപ്പോൾ ഒരു ഷാള്, അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇത് അബദ്ധത്തിലാണ് ഞാനുള്ളതെന്ന് മനസ്സിലായി. ആ ഷാള് അകത്തെ വിളിച്ച് അപ്പം തന്നെ ഞാനെന്ത് ചെയ്ത് മനസ്സിലായി, ഈ ഷാളങ്ങ് മാറ്റി ഞാൻ അപ്പം തന്നെ വണ്ടി കയറി രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ കൂടിക്കാഴ്ച പാർട്ടി അറിയിച്ചിട്ടില്ല. ഞാൻ എന്നെ കാണുന്ന ആളെല്ലാം എൻ്റെ അടുക്ക വന്ന് നിങ്ങൾ കാണുകയാണ്. ഇത് പാർട്ടി നിർദ്ദേശിച്ച കൂടിക്കാഴ്ചയല്ല, ഞാൻ അങ്ങോട്ട് പോയി കാണുന്ന കൂടിക്കാഴ്ചയല്ല. എന്നെ കാണാൻ ഒരാൾ വരുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാനത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണോ?